അങ്ങനെ കുറേ വർഷം കാത്തിരുന്ന് ഞങ്ങളുടെ മാമിൻ്റെ വീടിൻ്റെ പാൽക്കാച്ചിലിങ് എത്തി ഗൈസ്. സോ അതിൻ്റെ ഡെക്കറേഷനും പരിപാടികളൊക്കെയാണ്. ഞങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിലത്തെ അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂവും കാര്യങ്ങളൊക്കെ ഞങ്ങളായിരുന്നു ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പരിപാടിയാണ് നിങ്ങൾ ഈ രാത്രി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കിണ്ണുണ്ടായിരുന്നു. സോ അതിൻ്റെ ഉള്ളിൽ കുറേ റോസാപ്പൂ ഇട്ടിട്ട് ഇങ്ങനെ നിറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിറച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ താമരയ്ക്ക് വെച്ച് അടിപൊളിയാക്കി. അത് കഴിഞ്ഞിട്ട് ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി മൈലാഞ്ചി നന്നായിട്ട് ഇട്ടേരും. അതുകൊണ്ട് എനിക്ക് മൈലാഞ്ചി ഇട്ടേരായിരുന്നു. പക്ഷെ ദിനുവിൻ്റെ ശല്യം കാരണം ഒന്നും ശരിക്കായില്ല ഗൈസ്. ഒരുവിധമൊക്കെ കൊളായി. അത് കഴിഞ്ഞ് രാത്രി 1:58 ഗൈസ്. ഇതുവരെ ഞങ്ങൾ വീട്ടിൽ പോയിട്ടില്ല. ഇവിടെ പരിപാടികളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഫംഗ്ഷൻ്റെ ദിവസം എല്ലാവരും എത്തിയിട്ടുണ്ട്. സോ നമ്മൾ വിളക്കൊക്കെ പിടിച്ച് അകത്തേക്ക് കയറാണ് പാൽക്കാച്ചലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയും കുറേ വീഡിയോസ് വരാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാതും കൂടെ കൊണ്ടിട്ടില്ല. ഇനി ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും. സോ പാലൊക്കെ തിളച്ച് പൊങ്ങി ഗൈസ് കറക്റ്റ് ആ സമയത്ത് ഞാൻ പുറത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോസ് വരുന്നതായിരിക്കും.